ഇതിന്റെ വാദം ഇന്ത്യ തള്ളിയിരിക്കുകയാണ് എന്നാണ് കൂടുതൽ വിവരങ്ങൾ. കാർത്തു, ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം തനിച്ച് നടത്തുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. ഇതിനു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിനൊപ്പം സംയുക്ത വാർത്താ സമ്മേളനങ്ങളാണ് നടത്തിയിരുന്നത്. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഈ ഒരു വീക്ക്ലി ബ്രീഫിങ്ങിൻ്റെ ഭാഗമായി ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. ഇത്രയും ദിവസം നടന്ന വാർത്താ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ചർച്ചയായിരുന്നത് കേന്ദ്രത്തിൻ്റെ സൈനിക നടപടികളായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സൈന്യവും സ്വീകരിച്ചു വന്നിട്ടുള്ള നടപടികൾ, അതുപോലെ തന്നെ സൈനിക നീക്കങ്ങൾ, സൈനികപരമായിട്ടുള്ള തുടർ നീക്കങ്ങൾ മുതലായവയെല്ലാമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കേന്ദ്രം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതും സൈന്യത്തിൻ്റെ നീക്കങ്ങളും അതിർത്തിയിൽ ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് മുതലായ കാര്യങ്ങളെല്ലാമാണ് ചർച്ച ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നയതന്ത്രപരമായുള്ള നടപടികൾ, അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ വിദേശകാര്യ നയത്തിലും സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ചാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു സൈനിക നടപടികൾക്ക് ശേഷം ഇനി സിന്ധു നദീജല കരാർ അടക്കമുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും ഇന്ത്യ നിലപാട് സ്വീകരിക്കുക എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉത്തരം നൽകുന്നില്ല, ഞങ്ങൾ സൈനിക നടപടികൾ മാത്രമായിരിക്കും ചർച്ച ചെയ്യുക എന്നൊരു നടപടിയാണ് വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ അതിനെല്ലാമുള്ള ഉത്തരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികൾ തുടരും എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കശ്മീർ സംബന്ധിച്ച് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടിലും മാറ്റം വരുത്തില്ല എന്നൊരു ഉറപ്പും നൽകിയിട്ടുണ്ട്. കശ്മീരിൽ ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴും കശ്മീരിലും പാക് അധീന കശ്മീരിലും തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ആ ഒരു ഇടത്തിലും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യം ഇല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്ത്യയുടേത്. ആവശ്യമില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ ഇടപെടാൻ ഒരു മൂന്നാം കക്ഷിയെ ഇന്ത്യ അനുവദിക്കില്ല എന്നും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഒരു പാഠമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. പാക് അധീന കശ്മീർ വിട്ടു നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് കഴിയും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ UN-നുമായി ബന്ധപ്പെട്ടുകൊണ്ട് TRF-നെ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്നുള്ളൊരാവശ്യം UN-ൽ ഉന്നയിക്കും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. UN-ൻ്റെ അന്താരാഷ്ട്ര യുദ്ധക്കോടതി അടക്കമുള്ള യൂണിറ്റുണ്ട്. UN-ൻ്റെ സുരക്ഷാ കൗൺസിലിൻ്റെ 1267 എന്ന യൂണിറ്റാണുള്ളത്. ആ യൂണിറ്റിലടക്കം TRF-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. അതിനാവശ്യമായ തെളിവുകൾ നൽകും എന്നും ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത TRF എത്തിയിരുന്നു. പഹൽഗാമിലേത് മാത്രമല്ല, അതിനു മുൻപ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാശ്മീരിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പല ആക്രമണങ്ങളുടെയും പിന്നിൽ TRF ആണ് എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ താഴ്വരയിൽ ഒരു ജിഹാദ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല പ്രചാരണങ്ങളും TRF നടത്തുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, വിവിധ തുരങ്കങ്ങളുടെ ആക്രമണത്തിലെല്ലാം TRF-ൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയിൽ ഈ ഒരു തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് തന്നെ TRF-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്കും എതിരായ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയും ആ തെളിവുകളെല്ലാം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും എന്നും ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ദിവസവും അതിനുശേഷം കഴിഞ്ഞ ദിവസവും എല്ലാം നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ അവകാശവാദങ്ങൾ. ആദ്യ ദിവസം വെടിനിർത്തൽ ധാരണയെക്കുറിച്ച് ആദ്യം വാർത്ത പുറത്തുവിടുന്നത് ഇത്തരത്തിൽ ട്രംപാണ്.
അദ്ദേഹം ബ്രോക്കർ ചെയ്ത ഒരു ഡീൽ നടന്നിരിക്കുന്നു. കശ്മീർ അല്ലെങ്കിൽ അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണയായിരിക്കുന്നു. അന്ന് തൊട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്ന ചോദ്യമാണ് അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ച് അല്ലെങ്കിൽ അമേരിക്കയുടെ പങ്കിനെ കുറിച്ച്. എന്നാൽ അമേരിക്കയുടെ ആ അവകാശവാദം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ്. വെടിനിർത്തലിൽ മറ്റാരും ഇടപെട്ടിട്ടില്ല. DGMOമാർ തമ്മിൽ മാത്രമാണ് ചർച്ച നടന്നിട്ടുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പാകിസ്ഥാൻ്റെ DGMOയും ഇന്ത്യയുടെ DGMOയും തമ്മിലൊരു ചർച്ച നടക്കുകയും അങ്ങനെ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുകയുമാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്ന ഒരു പ്രസ് ബ്രീഫിംഗ് അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വിശദമാക്കിയിരുന്നു, അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കിയതിലൂടെ ഒരു ആണവ യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്ന്. അമേരിക്ക ബ്രോക്കർ ചെയ്ത ഒരു ഡീൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മധ്യസ്ഥത വഴി ലോകം ഒരു ആണവ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷം ഒഴിവാക്കുന്നതിലൂടെ ഒരു ആണവ യുദ്ധം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് ട്രംപ് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ പറഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാം ഒരു ഉത്തരമായി അല്ലെങ്കിൽ അതിനെല്ലാം ഒരു വിശദീകരണമാണിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തലിൽ മറ്റാരും ഇടപെട്ടിട്ടില്ല, വേറൊരു കക്ഷിയും ഈ വെടിനിർത്തലിൽ ഇടപെട്ടിട്ടില്ല. ഇന്ത്യയെ ഇങ്ങോട്ട് പാകിസ്ഥാൻ സമീപിക്കുകയായിരുന്നു. വെടിനിർത്തൽ എന്ന ആവശ്യവുമായി പാകിസ്ഥാനാണ് ഇന്ത്യയെ സമീപിക്കുന്നത്. ചർച്ചകൾ നടന്നിരിക്കുന്നത് സൈനിക തലത്തിൽ മാത്രമാണ്. നയതന്ത്ര തലത്തിൽ യാതൊരു ചർച്ചയും എവിടെയും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് നടന്നിട്ടില്ല. സൈനിക തലത്തിൽ 2 DGMOമാരും ഇരു സൈന്യങ്ങളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ച നടത്തിയാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നും ഇപ്പോൾ